സദൃശവാക്യ പുസ്തകത്തിൻ്റെ ക്രമമായ പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നാം ഓരോ സദൃശവാക്യത്തിലും അടങ്ങിയിരിക്കുന്ന അവഗാഹമായ ജ്ഞാനമുത്തുകളെ അന്വേഷിക്കുക കൂടിയാണല്ലോ. ഇന്ന് അല്പസമയം ഒരുമിച്ച് ചിന്തിക്കുവാനായി സദൃശവാക്യങ്ങളുടെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 35-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ബുദ്ധിമാനായ ദാസന് രാജാവിൻ്റെ പ്രീതി ലഭിക്കുന്നു, നാണം കെട്ടവനോ അവൻ്റെ കോപം നേരിടും. രാജാക്കന്മാർ, ഭരണാധികാരികൾ, അവരുടെ പ്രീതിയും അപ്രീതിയും മനുഷ്യ ജീവിതങ്ങളെ സ്വാധീനിച്ചിരിക്കുന്നത് ചരിത്രാതീത കാലം മുതൽ ഒരു യാഥാർത്ഥ്യമാണ്. ആശ്രിത വത്സരരായ ഒരുപാട് രാജാക്കന്മാരെക്കുറിച്ച്, നേതാക്കന്മാരെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. ബുദ്ധിയോടെ കൂടെ നിൽക്കുന്നവരെ എന്നും ചേർത്തണയ്ക്കുന്നവർ. എന്നാൽ സ്നിഗ്ധഘട്ടങ്ങളിൽ മറുകണ്ഠം പോകുന്നവരെ എന്നും പരിഹാസത്തോടെ കണ്ടിരുന്നവർ. ജ്ഞാനി വളരെ വ്യക്തമായ ഒരു ചിത്രമാണ് ഈ സദൃശവാക്യത്തിൽ വരച്ചു കാട്ടുന്നത്. ഒരു രാജാവിൻ്റെ ദാസൻ ബുദ്ധിയുള്ളവനാണെങ്കിൽ അവൻ രാജാവിൻ്റെ പ്രീതിക്ക് പാത്രമാകുന്നു. അവൻ ലജ്ജാകരമായ പ്രവൃത്തികൾ ചെയ്യുന്നവനാണെങ്കിലോ രാജാവിൻ്റെ കോപത്തിന് പാത്രീഭവിക്കുന്നു. ഒരു സാധാരണ ചോദ്യം ചോദിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആരംഭിക്കാം. നേതൃത്വത്തിലിരിക്കുന്ന ഒരാളുടെ പ്രീതി ലഭിച്ചാൽ, പഴയ നിയമകാലഘട്ടത്തിൽ രാജാവിൻ്റെ പ്രീതി ലഭിച്ചാൽ എന്തെല്ലാമായിരുന്നു അതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ? രാജാവിൻ്റെ പ്രീതി ലഭിക്കുന്നയാൾക്ക് പലപ്പോഴും രാജാവ് അമൂല്യങ്ങളായ സമ്മാനങ്ങൾ നൽകിയിരുന്നു. രാജസദസ്സിലെത്തി മനോഹരമായി ഗാനങ്ങൾ ആലപിച്ചിരുന്നവർ, നൃത്തം ചെയ്തിരുന്നവർ, സ്വതസിദ്ധമായ തങ്ങളുടെ കഴിവുകളെ കാട്ടിയിരുന്നവർ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ നല്ല സാരോപദേശങ്ങൾ നൽകിയവർ, അവർക്കെല്ലാവർക്കും നല്ല സമ്മാനങ്ങൾ ലഭിച്ചതായി നമുക്കറിയാം. സമ്മാനങ്ങൾ മാത്രമല്ല, രാജപ്രീതി ലഭിക്കുന്നവർക്ക് സാധാരണക്കാർക്ക് ലഭിക്കുന്നതിലധികം അവസരങ്ങൾ ലഭിക്കുകയാണ്. അവരുടെ താലന്തുകളുടെ വികസനത്തിന്, ജീവിതത്തിൻ്റെ ഉന്നമനത്തിന്, ഉദ്യോഗങ്ങളിൽ ഉദ്യോഗ കയറ്റത്തിന്, അങ്ങനെ ഒരുപാട് അവസരങ്ങൾ രാജപ്രീതിയുടെ ഭാഗമായി കടന്നു വരുന്നതായി നമുക്കറിയാം. സുരക്ഷിതത്വം, രാജാവിനോടൊപ്പം നിൽക്കുന്നവർ, രാജപ്രീതി ലഭിച്ചവർ, ബുദ്ധിയോടെ പ്രവർത്തിക്കുന്നവർ, അവർക്കും അവരുടെ കുടുംബത്തിനും ലഭിക്കുന്ന സുരക്ഷിതത്വം വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. രാജാവിനോടൊപ്പം നിൽക്കുന്നവർ, രാജാവ് ബഹുമാനിക്കുന്നവർ, അവരെ സാധാരണ ജനവും ബഹുമാനിക്കുകയും അതുകൊണ്ട് തന്നെ സാധാരണയിൽ കവിഞ്ഞ ഒരു സ്വാധീന വലയം അവർക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു. എന്നാൽ മറുവശത്ത് രാജകോപം നേരിടുന്നവരോ, രാജകോപം നേരിടുന്നവർക്ക് പലപ്പോഴും കഠിനമായ ശിക്ഷ ലഭിക്കുന്നതായി നമുക്കറിയാം. ഒരുപക്ഷെ തെറ്റ് ചെയ്തതുകൊണ്ടാകാം രാജകോപത്തിന് പാത്രീഭവിക്കുക. തെറ്റിന് തക്ക ശിക്ഷ രാജാവ് നൽകാറുണ്ട്. പലപ്പോഴും ചതിയുടെ പിന്നാമ്പുറങ്ങളുടെ കഥ, പലപ്പോഴും ചാരപ്രവൃത്തിയുടെ കഥ, അവിടെയൊക്കെ ക്രൂരമായ ശിക്ഷകൾ വിധിച്ചിരുന്ന ഭരണാധികാരിയെയും രാജാക്കന്മാരെയും നമുക്കറിയാം. സ്ഥാനനഷ്ടം മാത്രമല്ല, ചിലപ്പോൾ ജീവൻ തന്നെ നഷ്ടപ്പെടും. നാടുകടത്തലിൻ്റെയും ഏകാന്തതയുടെയും അനുഭവമുണ്ടാകും. അവരനുഭവിച്ചിരുന്ന
സുരക്ഷിതത്വം അവർക്ക് നഷ്ടമാകും. പരസ്യമായ അപമാനം അവർ നേരിടേണ്ടി വരും. ഈ യാഥാർത്ഥ്യത്തിലാണ് രാജാവിൻ്റെ പ്രീതിക്ക് പാത്രമാകുന്ന ബുദ്ധിമാനായ ദാസനെക്കുറിച്ച് നാം ശ്രദ്ധിക്കുന്നത്. എന്താണ് രാജപ്രീതിക്ക്, നേതൃത്വത്തിലിരിക്കുന്നവരുടെ പ്രീതിക്ക് പാത്രീഭവിക്കുന്ന ബുദ്ധിപരമായ അനുഭവം? അടിസ്ഥാനപരമായി നാം ചിന്തിക്കുമ്പോൾ സത്യസന്ധത എന്ന വാക്ക് തന്നെയാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ആദ്യ ചിത്രം. സത്യസന്ധനായി തൻ്റെ പ്രവൃത്തി ചെയ്യുന്ന ദാസനെ ഏതൊരു രാജാവും ഏതൊരു ഭരണാധികാരിയും സ്നേഹിക്കുന്നു. ഇയാൾ വിശ്വസ്തനാണ്, ഇയാളെ വിശ്വസിക്കാൻ കൊള്ളാം എന്ന ഒരു ചിന്ത രാജമനസ്സിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഏത് പ്രധാനപ്പെട്ട ദൗത്യവും ധൈര്യത്തോടെ ആ വ്യക്തിയെ ഏൽപ്പിക്കുവാനായി രാജാവിന് വൈമനസ്യം ഉണ്ടാവുകയില്ല. ആ വ്യക്തിയുടെ ദർശനം, രാജ്യത്തെക്കുറിച്ച്, തങ്ങളെക്കുറിച്ച്, നാളെയെക്കുറിച്ച്, ഭാവിയെക്കുറിച്ചുള്ള ദർശനം എത്രമാത്രം പ്രധാനപ്പെട്ടതാണോ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ആ വ്യക്തിയുടെ സ്വഭാവ സവിശേഷത. സത്യസന്ധതയും ആത്മാർത്ഥതയും പ്രതിബദ്ധതയുമാണ് ഈ സ്വഭാവ സവിശേഷതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏതൊരു കാര്യത്തിലും സത്യസന്ധമായ ഒരു നിലപാടും ആത്മാർത്ഥതയുടെ ഒരു നിലപാടും ഒരു വശത്തും അസത്യത്തിൻ്റെ അനുഭവം മറുവശത്തും ഉണ്ടായാൽ സത്യത്തിനെ തിരഞ്ഞെടുക്കുന്ന പ്രതിബദ്ധത, സത്യത്തെ തിരഞ്ഞെടുക്കുന്ന സമഗ്രത, അതാണ് ബുദ്ധിയോടുകൂടിയുള്ള ഒരു ദാസന്റെ ഇടപെടൽ. ഈ ബുദ്ധി ചിന്തയിൽ മാത്രമല്ല, പലപ്പോഴും ഈ ബുദ്ധി പ്രായോഗികമായി വ്യാപരിക്കേണ്ടത് ഒരു മനുഷ്യൻ ഉപയോഗിക്കുന്ന വാക്കുകളിലാണ്. രാജപ്രീതിക്ക് കോട്ടം വരുത്തുന്ന ഒരു വാക്കും എത്ര വിശ്വാസമുള്ള സ്നേഹിതനാണെങ്കിൽ അവരോട് പോലും ഉരിയാടാതിരിക്കുന്നത് ബുദ്ധി. ആ വാക്കിനെ എങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചും വളച്ചൊടിച്ചും രാജകാതുകളിലെത്തും എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് കഴിയുകയില്ല. പരസ്യ വിമർശനങ്ങൾ ഒഴിവാക്കുക മാത്രമല്ല, മറിച്ച് അധികാരികളെ ബഹുമാനിക്കുവാൻ കഴിയുന്ന ഒരു സംസ്കാരം, അവർ ദൈവ നിയോഗത്താൽ ആ സ്ഥാനങ്ങളിൽ വന്നിരിക്കുന്നുവെന്നുള്ള ബോധ്യം ബുദ്ധിയോടുകൂടി ഇടപെടുന്ന ദാസൻ അധികാരികൾക്ക്, രാജാവിന് അവർ അർഹിക്കുന്നതായിട്ടുള്ള ബഹുമാനം നൽകുന്നു എന്നത് ശ്രദ്ധേയമാണ്. നൂതനമായ ഉദ്യമങ്ങൾ അത് ബുദ്ധിമാനായ ദാസന്റെ പ്രത്യേകതയാണ്. സാധാരണ ആളുകൾ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായ രീതികളിൽ കാര്യങ്ങൾ ചെയ്യുന്നയാൾ, സാധാരണ ആളുകൾ ചെയ്യുന്നതിൽ നിന്ന് നൂതനമായ രീതികളിൽ കാര്യങ്ങൾ ചെയ്യുന്നയാൾ, വേറെ ആരും ചിന്തിക്കാത്ത പുതിയ ഉദ്യമങ്ങളിൽ ഇടപെടുവാൻ മടിയില്ലാത്തയാൾ, രാജപ്രീതി ലഭിക്കുന്ന അനുഭവത്തിൽ ഇത് ബുദ്ധിപരമായ ഒരിടപെടലാണ്. ഒരു വ്യക്തി ഏത് ജീവിത സാഹചര്യത്തിലും വിജയിക്കണമെങ്കിൽ ആശയവിനിമയം വ്യക്തമായിരിക്കണം. രാജതിരുസന്നിധിയിൽ മനസ്സിൽ ശുദ്ധിയോടെ ഉദ്ദേശിക്കുന്നത് ആ ശുദ്ധിക്ക് കറപുരളാതെ പറഞ്ഞു ഫലിപ്പിക്കുവാനും അത് രാജാവിന് മനസ്സിലാകത്തക്ക രീതിയിൽ പ്രകടമാക്കുവാനും കഴിയുന്നത് ദാസന്റെ ബുദ്ധിയാണ്. ഏതൊരു വ്യക്തിയും വിമർശനങ്ങൾ നേരിടേണ്ടി വരും. എന്നാൽ ബുദ്ധിമാൻ ആ വിമർശനങ്ങളോട്, ആ ഉപദേശങ്ങളോട് തുറന്ന മനോഭാവത്തോടുകൂടി എപ്പോഴും തങ്ങളെ തന്നെ തിരുത്തുവാൻ തയ്യാറുള്ളവനും ആയിരിക്കും. ഒരു രാജ സദസ്സിൽ മാത്രമല്ല, സാധാരണ ജീവിതത്തിലും സംഘർഷത്തിന് ഒരുപാട് സാധ്യതകളുണ്ട്.
എന്നാൽ സംഘർഷങ്ങളെ എങ്ങനെ ഒഴിവാക്കാം എന്ന് ചിന്തിക്കുന്നവൻ ബുദ്ധിമാൻ. സംഘർഷങ്ങളിൽ നിന്ന് എങ്ങനെ ഒഴിഞ്ഞു നിൽക്കാം എന്ന് ചിന്തിക്കുന്നവൻ ബുദ്ധിമാൻ. സംഘർഷങ്ങൾ ഉണ്ടായാൽ ആ സംഘർഷങ്ങൾ വളരാതെ എങ്ങനെ സൂക്ഷിക്കാം എന്ന് ചിന്തിക്കുന്നവൻ ബുദ്ധിമാൻ. കൈവിട്ടു പോകുമ്പോഴും ആ സംഘർഷങ്ങളെ എങ്ങനെ നിയന്ത്രിക്കാമെന്നും അവസാനിപ്പിക്കാമെന്നും എന്ന് കരുതുന്നവൻ ബുദ്ധിമാൻ. സംഘർഷങ്ങളുടെ മധ്യേ തളർന്നു പോകാതെ സംഘർഷങ്ങളെ രാജപക്ഷത്തു നിന്നുകൊണ്ട് രാജവക്താവായി നിലനിന്നുകൊണ്ട് പരിഹരിക്കുവാൻ ശ്രമിക്കുന്ന ബുദ്ധിമാനായ ദാസനെ രാജാവ് എന്നും ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നല്ലൊരു ദാസന്റെ മറ്റൊരു പ്രത്യേകത ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ കഴിയുക എന്നുള്ളതാണ്. സ്വാർത്ഥതയുടെ തലങ്ങളിൽ ഒറ്റയ്ക്ക് വൻകാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുന്ന ഒരുപാട് പേരെ നമുക്കറിയാം. എന്നാൽ രാജാവ് ശ്രദ്ധിക്കുന്നതായിട്ടുള്ള ദാസൻ, രാജപ്രീതിക്ക് പാത്രീഭവിക്കുന്നതായിട്ടുള്ള ദാസൻ പലപ്പോഴും മറ്റുള്ളവരെ കൂടെ ചേർത്തണച്ച് ഒരുമിച്ച് ഒരു ടീമായി ജോലി ചെയ്യുവാൻ തയ്യാറുള്ള വ്യക്തിയാണ്. അയാളുടെ ഏറ്റവും വലിയ സവിശേഷത അയാളുടെ നീതിബോധമാണ്, നൈതിക ബോധമാണ്, ധർമ്മബോധമാണ്, ധാർമ്മിക ബോധമാണ്. ഒരു വ്യക്തി നീതിബോധമുള്ളവൻ എന്ന് രാജാവിന് തോന്നിക്കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഇടപെടലുകളിൽ ആ നീതിബോധം വ്യക്തമായി പ്രകടിതമായാൽ, ഒരു വ്യക്തി ധാർമ്മിക ബോധമുള്ളയാൾ എന്ന് രാജാവിന് ബോധ്യമായാൽ, ആ വ്യക്തിയുടെ ദൈനംദിന ജീവിതത്തിൽ അത് വ്യാപരിക്കുന്നത് കാണുവാനിടയായാൽ രാജാവ് ആ വ്യക്തിയെ മാനിക്കുന്നു, ആ വ്യക്തിയിൽ പ്രീതിയുള്ളവനായി മാറുന്നു. ഉത്തരവാദിത്വത്തോടുകൂടെ തങ്ങളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുവാൻ കഴിയുന്നയാൾ ബുദ്ധിമാൻ. അവർക്ക് ലഭിച്ചതായിട്ടുള്ള താലന്തുകൾ വികസിപ്പിക്കുവാനായി, വ്യക്തിത്വ വികസനത്തിനായി തങ്ങളാലാകുന്ന എല്ലാ അവസരങ്ങളും വിനിയോഗിക്കുവാൻ ശ്രമിക്കുന്നയാൾ ബുദ്ധിമാൻ. എന്നാൽ അതോടൊപ്പം തന്നെ മറുവശത്തൊരു ചോദ്യമുണ്ട്. ഇത്തരത്തിലുള്ള ബുദ്ധിമാന്മാരാണ് രാജാവിൻ്റെ പ്രീതിക്ക് പാത്രമാകുന്നതെങ്കിൽ രാജകോപത്തിന് പാത്രമാകുന്ന ലജ്ജാകരമായ അനുഭവങ്ങൾ എന്തെല്ലാമാണ്? നാണക്കെട്ട അനുഭവങ്ങൾ എന്തൊക്കെയാണ്? അതിൻ്റെ വിശദമായ വശത്തിലേക്ക്, അംശങ്ങളിലേക്ക് പ്രവേശിക്കേണ്ടതില്ല. എങ്കിലും അടിസ്ഥാനപരമായി ചില കാര്യങ്ങൾ രാജാവിനോട് കൂടെ നിന്ന് മൗഢ്യം കാണിക്കുന്ന, ലജ്ജാകരമായ പ്രവൃത്തി കാണിക്കുന്നവരെ കുറിച്ച് നമുക്കറിയാനായിട്ട് കഴിയും. പറയാറുണ്ട്, ഊണ് ഇവിടെയും കൂറ് അവിടെയുമെന്ന്. അതുതന്നെയാണ് ഒരു രാജഭൃത്യനിലോ രാജദാസനിലോ ഉള്ള ഏറ്റവും ലജ്ജാകരമായ അനുഭവം. സത്യസന്ധതയില്ലാതെ രാജ അരമനകളിലെ രഹസ്യങ്ങൾ ശത്രുപക്ഷത്തേക്ക് ചോർത്തിക്കൊടുക്കുന്ന ദാസന്മാരുടെ കഥ ഒരുപാട് കേട്ടിട്ടുള്ളവരാണ് നാം. അത് ഇന്നും ദേവാലയങ്ങളിലും രാഷ്ട്രീയ വേദികളിലും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇന്നലെ വരെ ഒരു തത്വസംഹിത, രാഷ്ട്രമീമാംസ, എന്നാൽ അധികാര കസാരകൾ ലഭിക്കാതെ വരുമ്പോഴോ അടുത്ത പ്രഭാതത്തിൽ ഏത് മീമാംസയെ താൻ ഇത്രയും നാൾ വിമർശിച്ചുവോ അതിന് സ്തുതി പാടി അവരോടൊപ്പം നിൽക്കുന്ന എത്ര ലജ്ജാകരമായ കാഴ്ചകളാണ് നമുക്ക് ചുറ്റും കാണുവാനായി ഇന്ന് നമുക്കാവുന്നത്. രാജകോപം, നേതൃകോപം, ഇത്തരത്തിൽ ലജ്ജാകരമായ പ്രവൃത്തികൾ ചെയ്യുന്നവരോട്, നാണം കെട്ടവരോട് കടന്നു വരും എന്ന് പറയുന്നത് നിഷേധിക്കാൻ നമുക്കാകുമോ? ഒരു വ്യക്തി, രാജദാസൻ, ന്യായത്തിനു വേണ്ടി നിലനിൽക്കേണ്ടുന്നയാൾ അന്യായത്തിൻ്റെ വഴിയെ പോയാലോ, അന്യായത്തിൻ്റെ വക്താവായാലോ, അക്രമത്തിൻ്റെ വക്താവായാലോ, അവിടെയാണ് ലജ്ജാകരമായ പ്രവൃത്തികളിൽ ഉയരുന്ന രാജകോപത്തെക്കുറിച്ച് നാം ശ്രദ്ധിക്കുന്നത്. അന്യായവും അക്രമവും പോലെ തന്നെ വളരെ
പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ് അഴിമതി. നേതൃത്വത്തിൽ ആയിരിക്കുന്നവരോടൊപ്പം നിന്നിട്ട് ആ നേതൃത്വത്തിൻ്റെ നിഴലിൽ നിന്നുകൊണ്ട് അഴിമതി കാണിക്കുന്നവർ, അത് കാലപ്പഴക്കം വളരെയുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ഗേഹസിമാർ ഊടാടി സഞ്ചരിക്കുന്ന കാലഘട്ടങ്ങളെക്കുറിച്ചുള്ളൊരു പഠനം വളരെ ശ്രദ്ധേയമാണ്. തങ്ങൾക്ക് ലഭിക്കേണ്ടത് നേടിയെടുക്കുവാനായി പുറകെ ചെല്ലുന്ന ഗേഹസിമാർ ഇന്ന് വ്യത്യസ്തമായ രൂപങ്ങളെടുക്കുന്നു, ഭാവങ്ങളെടുക്കുന്നു. ദാസവേല ചെയ്യേണ്ടവർ, ദാസ്യത്തിൻ്റെ ശുശ്രൂഷ ചെയ്യേണ്ടവർ, അത് ഏത് മേഖലയിലായാലും ശരി, അഴിമതിയുടെ കറപുരണ്ടവരായി മാറുന്നത് വേദനയോടെ കാണുന്ന ഒരു സമൂഹമാണ് നാം. രാജാവിൻ്റെ കോപം ഈ ലജ്ജാകരമായ പ്രവൃത്തികളിൽ ഉയരുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അനീതിയും അവിശ്വസ്തതയും ഈ ലജ്ജാകരമായ പ്രവൃത്തിയുടെ മറ്റ് പ്രതിഫലനങ്ങളാണ്. ഉത്തരവാദിത്വബോധമില്ലാതെ തന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടുന്ന ഉത്തരവാദിത്വം തനിക്കാണെന്നുള്ള ബോധ്യമില്ലാതെ ലാഘവത്തോടുകൂടെ ജീവിത യാഥാർത്ഥ്യങ്ങളെ കാണുകയും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യുവാൻ കഴിയാത്തവരായി തിരികെയും ചെയ്യുന്ന അനുഭവങ്ങൾ നമുക്കറിയാം. സ്ഥാനങ്ങളിലിരിക്കുന്നവരെ ബഹുമാനിക്കണം എന്ന് കുട്ടിക്കാലത്ത് തന്നെ പഠിച്ചു വന്നിട്ടും ബഹുമാനിക്കാനാകാത്ത അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ട്. ആലോചിക്കാതെ ഉപയോഗിക്കുന്ന വാക്കുകൾ, ആ വാക്കുകൾ ഏൽപ്പിക്കുന്ന മുറിവുകൾ, അതിനെക്കുറിച്ച് സമഗ്രമായ പഠനങ്ങൾ പലയാവർത്തി നാം നടത്തിയതാണല്ലോ. അപമാനകരമായ ലജ്ജാകരമായ പ്രവൃത്തിയിൽ മറ്റൊന്ന്, ഒരുമിച്ച് സ്നേഹിതരായി പാർക്കുന്നവരുടെ ഇടയിൽ കയ്പും പകയും വിദ്വേഷവും പാകുന്ന അനുഭവം ഇന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുവാൻ തയ്യാറാകുന്നവരുടെ ഒരു ചിത്രം നമുക്ക് വരച്ചിടുവാനായിട്ട് കഴിയും. ഉത്സാഹമില്ലാത്തവരായി തീരുന്ന ഒരു തലമുറ, ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ കഴിയുന്നില്ല എന്ന് സാക്ഷ്യം പറയുന്ന ഒരു തലമുറ. ഈ സാഹചര്യത്തിലാണ് ലജ്ജാകരമായ പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന ദാസൻ, ആ ദാസനിൽ രാജാവ് ക്രുദ്ധനാകുന്നു എന്ന് സദൃശവാക്യക്കാരൻ പറഞ്ഞ് ഓർമ്മപ്പെടുത്തുന്നത്. ദൈവ പ്രതീകം ആയി പലപ്പോഴും രാജാക്കന്മാരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെയാണെങ്കിൽ ഈ സദൃശവാക്യത്തിൻ്റെ ശരിയായ പഠനത്തിന് അടിസ്ഥാനപരമായ 2 ചോദ്യങ്ങൾ കൂടി നാം ചോദിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന് വളരെ ലളിതമാണ്. ദൈവ പ്രീതി സാധ്യമാകുന്ന ബുദ്ധിയുള്ള പ്രവൃത്തി ദാസരായ നമുക്ക് എങ്ങനെ ചെയ്യുവാനായിട്ട് കഴിയും? ഭക്തിയുടെ മൂടുപടം അണിയലല്ല അതിനുത്തരം, മറിച്ച് വിശ്വാസം ജീവിക്കുന്ന അനുഭവമായി മാറണം. സ്നേഹം നിറഞ്ഞു തുളുമ്പുന്ന അനുഭവമായി മാറണം. വേദനിക്കുന്ന, പ്രയാസപ്പെടുന്ന, കഷ്ടപ്പെടുന്നവൻ്റെ അരികിലേക്ക് ഓടിയെത്തുന്നത് ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഉയരുന്നൊരു പ്രതിബദ്ധതയുടെ ഭാഗമാകണം. അവിടെയാണ് ദൈവത്തിന് പ്രീതിയുണ്ടാവുക. അനുസരണവും സ്നേഹവും എന്ന പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നന്ദിയുള്ളവരായി ജീവിക്കുവാൻ കഴിയുക എന്ന അവസ്ഥ. ദൈവം ചെയ്ത നന്മകളെക്കുറിച്ച് നിരന്തരം ഓർമ്മയുള്ളവരായി നന്ദിയോടെ ദൈവ തിരുസന്നിധിയിൽ നാം ജീവിക്കുമ്പോഴാണ് നാളെയുടെ ആവശ്യങ്ങളും നാളെയുടെ സ്വപ്നങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നതും. സ്വാർത്ഥതയുടെ സ്വപ്നങ്ങൾ മാത്രമല്ല, മറിച്ച് വേദനയിൽ, പ്രയാസത്തിൽ, കഷ്ടതയിൽ കണ്ണുനീരിലിരിക്കുന്നവരുടെ കണ്ണുനീരൊപ്പുന്ന സ്വപ്നങ്ങളും കാണുവാൻ നമുക്കാകും. വളരെ വളരെ ശ്രദ്ധേയമായ കരുണയുടെയും അനുഗമനത്തിൻ്റെയും വ്യാപാരങ്ങൾ
നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് വ്യക്തമായി ലോകത്തിന് കാണുവാനായിട്ട് കഴിയും. നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായി തന്നെ ഉദാരത നമുക്ക് വരച്ചു കാട്ടുവാനായിട്ട് കഴിയും. പുതിയ പുതിയ ഉദ്യമങ്ങൾ തുറക്കുമ്പോൾ ഒരുപക്ഷെ കടക്കണികളിൽ നാം വീണു പോകാറുണ്ടെങ്കിലും ആ കടക്കണികളിൽ നിന്ന് നമ്മെ വെടിവിക്കുന്ന ദൈവം ഒരുപക്ഷെ കരുണയുടെയും അനുകമ്പയുടെയും ഒരു മാസ്മരിക ലോകത്തിലേക്ക് നമ്മെ വിളിക്കുന്നുണ്ടാകാം. ഉദാരതയാണ് ആ വിളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നല്ല ദാസൻ, ദൈവപ്രീതി ലഭിക്കുന്ന ദാസൻ, ആ ദാസന്റെ ഒരു പ്രത്യേകത അവൻ പ്രതിസന്ധികളിൽ തളർന്നു പോകുന്നില്ല എന്നുള്ളതാണ്. പ്രയാസങ്ങളുണ്ട്, കഷ്ടതകളുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. ആ അനുഭവത്തിൻ്റെ മധ്യേ യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് എന്നെ നടത്തുന്നുവെന്ന് ധൈര്യത്തോടെ പറയുവാൻ കഴിഞ്ഞവരുടെ പിൻതലമുറക്കാരാണ് നമുക്കുള്ളത് എന്ന് നാം മറന്നു പോകരുത്. പ്രതിസന്ധികളിൽ തളർന്നു പോകാത്ത അവസ്ഥ ബുദ്ധിയുടെ പ്രതിഫലനമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവം സന്തോഷിക്കുന്ന ബുദ്ധിയുള്ള വിശ്വാസത്തിൻ്റെ ഏറ്റവും നല്ല പ്രതിഫലനം കഷ്ടതയിലും പാടുവാൻ, നഷ്ടമതിൽ കൊണ്ടാടുവാൻ, ഉറപ്പിക്കന്നെ എന്നാഥ, നിറയ്ക്ക എന്ന ശുദ്ധാത്മാ എന്ന് നമുക്ക് പാടുവാൻ കഴിയുന്ന അവസ്ഥകളാണ്. മറുവശത്ത് ദൈവത്തിൻ്റെ കോപത്തിന് പാത്രീഭവിക്കുന്ന ലജ്ജാകരമായ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ? രാജാവ് നാണം കെട്ട പ്രവൃത്തി ചെയ്യുന്നവർ കോപിക്കുന്നുവെന്ന് പറയുമ്പോൾ അത് ദൂരെ ഏതോ കാലത്ത് മറ്റാരുടെയോ ജീവിതത്തിലുള്ള യാഥാർത്ഥ്യം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോകുവാൻ നമുക്കായെന്ന് വരും. എന്നാൽ ദൈവം എന്നെ നിയോഗിച്ച താലന്തുകളിൽ ചിലതെങ്കിലും വിനിയോഗിക്കേണ്ടുന്ന രീതിയിൽ വിനിയോഗിക്കാതിരിക്കുകയാണോ ഞാനെന്ന് ചോദിക്കുവാൻ ഒരുപക്ഷെ ആഗമനത്തിന് മുന്നുള്ള ഞായർ അല്ലെങ്കിൽ ആഗമന ഞായറിൽ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. ദൈവത്തിന് നിരക്കാത്ത അഹംഭാവം, ഡംഭഭാവം, അതിൻ്റെ പ്രതിഫലനം നുണ പറയുന്ന അനുഭവം, ഹൃദയത്തിൽ ദുഷ്ടത നിറച്ചു വെച്ചുകൊണ്ട് ബാഹ്യമായ പുഞ്ചിരിയുമായി കടന്നു വരുന്ന വെള്ളതേച്ച ശവക്കല്ലറുകൾ, കുറുക്കന്മാർ ഇന്ന് നമ്മുടെ ചുറ്റും വർദ്ധിച്ചു വരികയാണ്. മനുഷ്യബന്ധങ്ങളിൽ സ്നേഹം ശിഥിലമാവുകയാണ്. കുടുംബങ്ങൾക്കുള്ളിൽ, കുടുംബങ്ങൾ തമ്മിൽ, അയൽക്കാർ തമ്മിൽ, ദേശങ്ങൾ തമ്മിൽ, ഗോത്രങ്ങൾ തമ്മിൽ, സമൂഹങ്ങൾ തമ്മിൽ ഇന്ന് യുദ്ധവെറിയാണ്. എന്നാൽ നമുക്കാവശ്യമോ സഹോദരർ ഐക്യത്തോടെ വാഴുന്ന, ഏകമായി വാഴുന്ന ഒരിടമെന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് നൂറ്റാണ്ടുകൾ ആയിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് അധാർമികതയെ തരണം ചെയ്യുവാൻ കഴിയുന്ന ധാർമ്മികത, അഴിമതിയെയും അന്യായത്തെയും തരണം കഴിയുവാൻ കഴിയുന്ന സമഗ്രത നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണോ എന്ന് നാം ചിന്തിക്കേണ്ടത്. ദൈവകോപത്തിനും രാജകോപത്തിനും കാരണമായി തീരുന്ന ഏറ്റവും വലിയ യാഥാർത്ഥ്യങ്ങളിൽ ഒന്ന്, അത് വളരെ വളരെ വ്യക്തമായി നാം മനസ്സിലാക്കുമ്പോൾ കാപഠ്യത്തിൻ്റെതാണ്. പുറമേ മൂടുപടങ്ങൾ ധരിച്ചു വരുന്ന അനുഭവം, അധാർമികതയിൽ ജീവിക്കുന്ന അനുഭവം, അനീതിയുടെയും അന്യായത്തിൻ്റെയും ഭാഗമാകുന്ന അനുഭവം. അതിലും വേദനാജനകമാണ്, തെറ്റ് മനുഷ്യ സഹജമാണ്. തെറ്റുകൾ സംഭവിച്ചാൽ ആ തെറ്റുകൾ തിരുത്തി ശരിയുടെ പാദത്തിലേക്ക് പോവുക യാഥാർത്ഥ്യമാണ്. എന്നാൽ ദൈവകോപത്തിന് പാത്രീഭവിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ പെരുമാറ്റങ്ങളിൽ ഒന്ന്, താൻ തെറ്റുകാരനെന്ന് സമ്മതിക്കാത്ത ദൈവത്തിൻ്റെ ദാസനാണ്, രാജദാസനാണ്. കുറവുകൾ ഒരുപാടുണ്ടെങ്കിലും സ്വയം ആ കുറവുകളെ കാണുവാൻ കഴിയുകയോ ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കുവാൻ കഴിയുകയോ ചെയ്യാത്ത അവസ്ഥ. അവിടെയാണ് മനസ്താപമില്ലായ്മ ലജ്ജയിലേക്കുള്ള ചവിട്ടുപടിയാണ് എന്ന് നാം ഓർക്കുന്നത്. വളരെ ലളിതമെങ്കിലും
വളരെ സങ്കീർണമായ ഒരാശയമാണ് സദൃശവാക്യക്കാരൻ ഇവിടെ നമ്മുടെ മുമ്പാകെ വയ്ക്കുന്നത്. ബുദ്ധിമാനായ ദാസന് രാജപ്രീതി ലഭിക്കുന്നു. നാണം കെട്ടവനോ അവൻ്റെ കോപം നേരിടും. നമ്മുടെ ജീവിതത്തിൽ നമ്മോട് ചേർന്ന് ജീവിക്കുന്ന ഉന്നത അധികാരികളുടെ മുന്നിൽ അവരുടെ പ്രീതിയോടെ ജീവിക്കുന്നവരാണോ നാം? അവരുടെ കോപം നേരിടുന്നവരാണോ നാം? പക്ഷെ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ലളിതമാണ്. ദൈവപ്രീതി യഥാർത്ഥത്തിൽ ലഭിക്കണമെങ്കിൽ പുത്രനിലൂടെ ലഭിക്കുന്നതായിട്ടുള്ള രക്ഷയുടെ ആഴങ്ങൾ ഗ്രഹിപ്പാൻ കഴിയുള്ളവരായി നാം മാറണം. പരിശുദ്ധാത്മാവ് അതിനാവശ്യമായ രക്ഷയെ മനസ്സിലാക്കുവാൻ ആവശ്യമായ ബുദ്ധി നമുക്ക് തരണമേ എന്നതാകണം പ്രാർത്ഥന. നാണം കെട്ടവരുടെ ജീവിതത്തിൽ, ലജ്ജാകരമായി ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ ആ ലജ്ജാകരമായ അവസ്ഥയിൽ നിന്ന് വിടുതൽ നൽകുവാനും പുത്തനാരംഭങ്ങൾ സാധ്യമാക്കുവാനാണ് ക്രിസ്തു വന്നത് എന്ന ബോധ്യം ആഗമനത്തിൻ്റെ പ്രധാനപ്പെട്ട ബോധ്യമാണ്. ആമേൻ കർത്താവേ വീണ്ടും വരണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നാം ഒരുങ്ങുന്ന ആഗമനത്തിൻ്റെ അനുഭവത്തിൻ്റെ മധ്യേ വന്നവനായ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുവാനുള്ള പ്രേരണയും പ്രചോദനവുമാകണം ഈ സദൃശവാക്യം. അതുകൊണ്ട് തന്നെ സദൃശവാക്യങ്ങൾ 14 അധ്യായം അതിന് 35 വാക്യം വളരെ ശ്രദ്ധേയമായ ഒരുപാട് ആശയങ്ങൾ നമ്മുടെ മുമ്പാകെ വയ്ക്കുന്നൊരു വാക്യമാണ്. ഒരിക്കൽ കൂടി ആ വാക്യം നമുക്ക് കേൾക്കാം. ബുദ്ധിമാനായ ദാസന് രാജപ്രീതി ലഭിക്കുന്നു. നാണം കെട്ടവനോ അവൻ്റെ കോപം നേരിടും. ദൈവം ഈ വചനത്തിൻ്റെ ആഴവും പൊരുളും തുടർന്നും ഗ്രഹിപ്പാൻ എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.